എല്ലാം ചെയ്തിട്ട് ഒരു കൂസലില്ലാണ്ട് നോക്കിയാ. ഞാൻ വണ്ടി ഓടിച്ചപ്പോൾ അയാൾ മുമ്പ് ചാടിയപ്പോൾ എൻ്റെ പ്രശ്നം. വേറെ പ്രശ്നമായാലും എന്താ, ഫുള്ള് കേസ് നമ്മളെ നല്ലതായിരിക്കൂലേ. വണ്ടി കണക്ക് നമ്മളെല്ലാവരും ഉണ്ട്. ടോട്ടലി ജി എൻ്റെ ഏട്ടനാണെങ്കിൽ കൊട്ടക്കണക്കിന് കാശില്ലേ, കുറെ കാശും കൊടുത്തിട്ട് ഈ കേസും ഒഴിവാക്കി. അടിച്ച് നിന്റെ അണപ്പല്ല് ഞാൻ വരും. ഈ കാര്യം പറഞ്ഞ ഏട്ടനെ എടുത്തുവോ കാണാം. എൻ്റെ അടിച്ച അണപ്പല്ല് ഉരിക്കും. അത് കാണാനല്ലേ, കണ്ടു നിങ്ങൾക്ക് രസിക്കാനോ. ഉണ്ടല്ലോ വക്കീൽ വിളിക്കുന്നുണ്ട്. ഹലോ സാറേ. ഹലോ. ആ നാളെ രാവിലെ 10 മണിക്ക് കോടതിയിൽ വരണേ. ഞാൻ വരാം. പക്ഷേ വേറെ പ്രശ്നമുണ്ട്. അവർക്ക് 15 ലക്ഷം രൂപ വേണമെന്നാണ് പറയുന്നത്. 15 ലക്ഷം? നിങ്ങൾ രാവിലെ 10 മണിക്ക് വരുമ്പോൾ 15 ലക്ഷം രൂപ കൊണ്ട് വരണം. ഞാൻ രാവിലെ 10 മണിക്ക് വരാം. ശരി. ഇവൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോട്ടലി ജി എന്താ കാര്യം പറ. വക്കീൽ പറഞ്ഞെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. എല്ലാം ഓക്കെയാ, ഒന്നും പേടിക്കാനില്ല. പക്ഷെ ചെറിയൊരു സീനുണ്ട്. എല്ലാം ഓക്കെയാന്നല്ലേ പറഞ്ഞ, പിന്നെ എന്ത് സീനാ? എടാ, ഞാൻ വണ്ടി ഓടിച്ച മുമ്പിലൊന്ന് ചാടി ഇടിച്ച് മരിച്ചു പോയ ആളില്ലേ, ആളെ വീട്ടുകാർക്ക് ആളെ അങ്ങനെ ഇഷ്ടമല്ല. പക്ഷെ അവരെ വീട്ടുകാർ ഭയങ്കര പണത്തിന് ആർത്തിയില്ല ആളാന്ന് തോന്നുന്നു. 15 ലക്ഷം കിട്ടിയിട്ടില്ലെങ്കിൽ ഹൈക്കോടതി കേസ് കൊടുക്കുമെന്നാണ് പറയുന്നു. അതിന് 15 ലക്ഷം? അളിയ, ഇവന്റെ അടിച്ച അണപ്പല്ല് ഊരുന്ന കണ്ടാലും പ്രശ്നമില്ല. നമുക്ക് ഇവന്റെ ഏട്ടൻ്റെ അടുത്ത് പോയി ചോദിക്കാം. എടാ പ്ലീസറാ, അതൊന്നും ശരിയാവും. ഏട്ടൻ്റെ അടുത്തെല്ലാം പറഞ്ഞു ഇതൊന്നും. ഹലോ ഹലോ, എന്താടാ? പറ്റുമോ? അതെന്തിനിപ്പോ? ഫോണിൽ കൂടെ പറയാൻ പറ്റിയ കാര്യമല്ല, ഒന്ന് വരുമോ? ഞാൻ വരാം. ശരി. ഓക്കെ. വിളിച്ചിട്ടുണ്ട്. എന്താടാ കാണണമെന്ന് പറഞ്ഞേ? ചേട്ടാ, നമ്മുടെ സുമേഷ് ചെറുതായിട്ട് ഒരു കേസ് പെട്ടിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും കൂടെ BMW ഒരു ഷോറൂമിൽ ഒരു കാറ് കിട്ടിയായിരുന്നു. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാവരും കൂടെ കയറി ഒരു പാട്ടൊക്കെ വെച്ച് ഇച്ചിരി സ്പീഡ് പോയി ഒരാളെ തട്ടി, ചെറുതായിട്ടൊന്ന് തട്ടി. തട്ടിപ്പോയി. ഇനിയിപ്പോൾ എന്താ, മനുഷ്യന്മാരെ തട്ടി പോയാ? അല്ല, എനിക്കല്ല, ക്രെഡിറ്റ് ഫുള്ള് തരുവാനാ. ഒരു മിനിറ്റ്, എൻ്റെ പൊന്നണി ഇങ്ങോട്ടൊന്നും വന്നേ. ആട് ഇത്ര വലിയ സീരിയസ് അയച്ച് കാര്യങ്ങളൊക്കെ അന്നെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ? കാര്യമൊക്കെ ശരി തന്നെ. നീ എന്തിനാ ഇവരെ ഇടയിൽ പോയി പെട്ടിന്? നമുക്ക് തിരിച്ച് വീട്ടിൽ പോയാൽ പോരെ, അതല്ലേ ബുദ്ധി. ചേട്ടാ, അതൊന്നും പറഞ്ഞാൽ പറ്റൂല. അവൻ്റെ കട്ടച്ചങ്ക. അതുമാത്രമല്ല, ഞാനെന്ന് പറഞ്ഞ കേസില്ലേ, ഞാനൊരു പെണ്ണിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അത് ഇവനാ ശരിക്കും തീർത്ത് തന്നെ. അതുകൊണ്ട് ഇവനെന്തെങ്കിലും സപ്പോർട്ട് നിൽക്കണ്ടേ. അപ്പോൾ നാളെ ഒരു 15 ലക്ഷം രൂപ വേണമായിരുന്നു. നമ്മളതിൽ 5 പേരും കൂടെ കൂട്ടിച്ചേർന്ന് 5 രൂപയുണ്ട്. അപ്പോൾ ചേട്ടനൊന്ന് ഒപ്പിച്ച് തരുമോ? കാര്യം ശരി തന്നെ. ഞാൻ ചിത്രം വരച്ച് കുറേ പൈസ ഉണ്ടാക്കിയിന് എന്ന് വെച്ചിട്ട് എല്ലാ കേസിനും 15-20 ലക്ഷം വെച്ച് കൊടുക്കാൻ ഞാൻ എന്താണ് അംബാനിയാ? ലാസ്റ്റ് പ്ലീസ്, അവനെ എന്ത് സഹായിക്കണം പ്ലീസ്. എത്ര മണിക്കാണ് വേണ്ടേ? അത് കുഴപ്പമില്ല, നാളെ രാവിലെ 10 മണിക്ക് മതി. അപ്പോൾ ഇന്ന് രാത്രി ഒരു 9 മണിക്കുള്ളിൽ സെറ്റാക്കി തരുവാണെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ വീട്ടിൽ പോയിട്ട് അക്കൗണ്ട് ഇട്ടുതരാം. ഇനി ഇങ്ങനത്തെ കാര്യത്തിന് എന്നെ വിളിക്കണം. ഇനി ഒരിക്കലും വിളിക്കൂല, ഉറപ്പാ. പൈസ അക്കൗണ്ട് വന്നില്ലേ? വന്ന്. ശരി. ഇനി അടുത്ത മാസം നീ വീട്ടിൽ വരുമ്പോൾ നമ്മൾ സംസാരിച്ചാൽ മതി. കണ്ടാൽ മതി. ഓക്കെ, ശരി, സെറ്റായി. അങ്ങനെ ഒരു തലവേദന ഒഴിവായി കിട്ടി. മോനെ, എന്താട്ടാ നീയല്ലേ ഒരുത്തനെ വണ്ടി ഇടിച്ച് കൊന്ന്? അല്ല, ചേട്ടൻ എന്ത് ഈ ഹെൽമെറ്റ് വെച്ചിനി? അല്ല, ഞാനിത് വെച്ചാൽ നടക്കാറുള്ളൂ. തല ഫുള്ള് കഷ്ടിയാണ്. പക്ഷെ ഞാനൊരു പൂജാരിയും കൂടിയോ. ഞാൻ നിങ്ങളോട് മിണ്ടാണ്ട് നിങ്ങളോട് കുറേ സ്നേഹിച്ചിട്ടുണ്ട്. കാരണം അയൽവക്കല്ലേ. അപ്പോൾ ഞാൻ നിങ്ങളെ പറ്റിയൊന്ന് പൂജാരിനോടൊന്ന് അറിഞ്ഞു നോക്കി. നിങ്ങൾ പൈസ കൊടുത്ത് അവരെ കുടുംബത്തിന് നന്നാക്കിയെങ്കിലും അവൻ്റെ ആത്മാവ് നിങ്ങൾ മരിക്കുന്നവരെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും.
ഒരു സ്വന്തക്കാരൻ എന്ന നിലക്ക് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. നാളെ ജീവനോടെ ഉണ്ട്. കാണാം. ബൈ. കാണാം. ശരി. തീർന്നടാ. ബാക്കി പറയാ. ഫോണ് എന്താടാ? നേരത്തെ പറഞ്ഞോളെ തന്നെ ടോട്ടലി ജി. അരവിന്ദേ, അരവിന്ദേ, അരവിന്ദേ. എന്താടാ? അതന്നെ എനക്കും ചോദിച്ചാൽ നിനക്കെന്താ? അതെ, നേരത്തെ പറഞ്ഞ കാര്യം ആലോചിച്ചിട്ട് ശ്വാസം കിട്ടുന്നില്ല. നേരത്തെ പറഞ്ഞ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് പേടിയെന്നതാ. എടാ, നിങ്ങൾ തമ്മിലിങ്ങനെ സംസാരിക്കണ്ട. ഞാൻ താഴെ കടന്നെയാണ്, ഞാൻ നോക്കിക്കോളും.